ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് അവിട്ടത്തൂരാണ് കേട്ടോ. അവിട്ടത്തൂർ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാറിയിട്ട് ഒരു നല്ല വീട്, അടിപൊളിയൊരു വീട് കേട്ടോ. ഈ വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2 നില വീടാണ്. 5-5.25 സെൻറ്റിൻ്റെ അടുത്തുണ്ട്. 5 സെൻറ്റ് കൂട്ടിയാൽ മതി കേട്ടോ. നല്ലൊരു വീട് കണ്ടോ. ഇത് 1400 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ വീട് ഇരിക്കുന്നത്. നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജിൽ, നല്ല ഏരിയയിൽ, നല്ല റിച്ച് ഏരിയയിലാണ് വീടുള്ളത്. അവിട്ടത്തൂര് പള്ളിക്ക് സമീപമാണ്. അവിട്ടത്തൂര് പള്ളിയിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടിരിക്കുന്നത്. നമുക്കൊരു 1-2 കാർ, 2-3 കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. 2-3 കാറൊക്കെ പാർക്ക് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറയണത് ബോർവെല്ലുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്കൊരു ഓപ്പൺ കിണറുണ്ട്. നല്ല ഓപ്പൺ കിണറുണ്ട്. കിണറ്റിലെ വെള്ളമൊന്നും പറ്റില്ല കേട്ടോ, എന്നാലും ബോർവെൽ അടിച്ചിട്ടേക്കണതാണ്. ഇവിടേക്ക് ഇത്ര സ്പേസ് ഒക്കെ ഉണ്ട്. അതുകൂടാണ്ട് ഇത് വാട്ടർ കണക്ഷൻ ഉണ്ട്. ലൊക്കേഷനിലൊക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് വീടുകളാണ്. ഓക്കെ, വേണ്ടില്ലേ, നല്ല ഓപ്പൺ കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കിടക്കാം. ചാര് ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സിറ്റ് ഔട്ട്. ഡബിൾ ഡോറാണ് വരുന്നത്, മണിച്ചിത്രത്താഴ് ഡോറ്. നല്ലൊരു ഹാള്, ലിവിങ് റൂം. ലിവിങ് റൂമിൽ നിന്ന് റൈറ്റിലേക്ക് സ്റ്റെയർ പോകണം. ഉണ്ടാ, റൈറ്റിലേക്ക് സ്റ്റെയർ പോകണം കേട്ടോ. താഴെ 2 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. ഇതിൽ കബോർഡ് വർക്കുണ്ട്. ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. ഫ്രണ്ടിലത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. 2 ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് വരുന്നത് കേട്ടോ. ഇത് സെക്കൻഡ് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചണിൻ്റെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളും, മോട്ടറിൻ്റെ സ്വിച്ചൊക്കെ അകത്തുനിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലൊരു കോമൺ ബാത്റൂം ഉണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ബാക്കാണ് കേട്ടോ. ബാക്കിൽ അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. താഴത്തെ ഇതാണ് കണ്ടീഷൻസ് കണ്ടില്ലേ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒന്ന് ലൈക്കും ചെയ്യണം, എന്നാലാണ് എനിക്കൊരു സപ്പോർട്ട് ആവുള്ളൂ നിങ്ങളുടെ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ കയറി വരുമ്പോൾ ഇവിടെ നല്ല സ്പേസ് കാണുന്നുണ്ടല്ലേ. മുകളിലൊരു ബെഡ്റൂമാണ് ഉള്ളത്. മുകൾ ഭാഗത്തൊരു ബെഡ്റൂം. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. നല്ലൊരു ബാൽക്കണി. രസമാണ്. ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടേക്കുന്നത് നമ്മുടെ കാർ പോർച്ചേ. അപ്പോൾ നമുക്ക് ആ വക പണികളൊക്കെ കുറഞ്ഞു കിട്ടും. ഇവിടെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ. മുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് കേട്ടോ. താഴത്തെ ഇത്തിരി ചെറുതാണ്, പക്ഷേ ഇത്
ഒരു 10-6 ഉണ്ട് കേട്ടോ സൈസ്. ഇനി ബാക്ക് ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇത് കണ്ടില്ലേ, ഷീറ്റൊക്കെ ഇട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 48 lakhs ആണ് ഉദ്ദേശിക്കുന്നത്, 48 ലക്ഷം. എന്നിരുന്നാലും നമുക്ക് താല്പര്യമാവുകയാണെങ്കിൽ നേരിട്ട് സംസാരിക്കാം, വിലയിലൊക്കെ എന്തെങ്കിലും ഭേദഗതി വരുത്താം കേട്ടോ ചെറുതായിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി, പിന്നെ LP സ്കൂള് ഒരു 200 മീറ്റർ, ഹൈസ്കൂള് +2 വരെ ഒരു എത്രയാ ഒരു 500-600 മീറ്റർ, സെൻറ്റർ ഔട്ടത്തൂർ സെൻറ്ററിലേക്കൊക്കെ ഒരു 500 മീറ്റർ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഹോസ്പിറ്റൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലൂർ ഹോസ്പിറ്റലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെയിറ്റിങ്ങിന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവമൊക്കെ പെടുന്നതിന് പോകും. ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ വീടൊക്കെ നമുക്ക് അപൂർവമായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ ടൗണിലേക്കൊക്കെ 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടുന്ന് കേട്ടാ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുകൂടി പറയണേ. വില എന്ന് പറയുന്നത് 48 ലക്ഷം കേട്ടാ. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്നുകൂടി കണ്ടോ, അത് കണ്ടില്ലേ, നമുക്ക് 2-3 കാറൊക്കെ സുഗമമായിട്ട് പാർക്ക് ചെയ്യാം. കണ്ടില്ലേ, നമുക്ക് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഇതൊക്കെ നല്ല ഇത്. ആ പൈപ്പിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് ഒന്നുകൂടി കുറയ്ക്കാം കേട്ടോ. അത് ഇപ്പോഴത്തത് നോക്കണ്ട. ഓക്കെ. പിന്നെ അമ്പലം ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഔട്ട് അമ്പലം. ഓക്കെ. മുസ്ലിംസ് തന്നെയാണെങ്കിൽ പള്ളിയിലേക്ക് ഇവിടെ നിന്നൊരു 3.5 കിലോമീറ്റർ 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് കേട്ടോ. ഓക്കെ. താങ്ക് യു.